ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓവർസീസ് ഇന്ത്യൻ പ്ലെയർ കോട്ടയിൽ പിന്നീട് 3 ഫോറിൻ പ്ലെയർ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിയമത്തിന് അതിശക്തമായിട്ട് ISL ക്ലബ്ബുകൾ എതിർക്കുന്നുണ്ട്. നിയമമല്ല, പ്രപ്പോസലിനെ ക്ലബ്ബുകളെല്ലാം വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. മോഹൻ ബഗാൻ ഒഴികെയുള്ള ക്ലബ്ബുകളാണ് എതിർക്കുന്നത്. അതേസമയം മോഹൻ ബഗാൻ നിയമം എങ്ങനെയായാലും അതിനനുസരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയും എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മോഹൻ ബഗാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യൻ ആരാധകർ അതിശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലിവർപൂൾ FC അക്കാദമി പ്ലെയറായ യാൻ ദാണ്ടയുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു എന്നതിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. യാൻ ദാണ്ടയുടെ ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ മോഹൻ ബഗാന്റെ അധികൃതർ ചർച്ച ആരംഭിച്ചു എന്നതിലുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഏതായാലും മോഹൻ ബഗാന്റെ പ്രൈമറി ടാർഗറ്റ് OCI പ്ലെയർ ലിസ്റ്റിൽ യാൻ ദാണ്ട തന്നെ ആയിരിക്കും. അപ്പം സ്റ്റാർ വാല്യൂ കൂടി തന്നെ തങ്ങളുടെ വിഭാഗത്തിലേക്ക് എത്തിക്കണം എന്നുള്ള നിർബന്ധം അവർക്കുള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും മറ്റു ക്ലബ്ബുകൾ പുതിയ OCI കോട്ട നിയമത്തിനെ എതിർക്കുമ്പോൾ മോഹൻ ബഗാൻ അനുകൂല നിലപാടാണ് എടുത്തത്. അവർ യാൻ ദാണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് കൊണ്ട് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യൻ ഫുട്ബോളിൽ കിരീടം വെക്കാത്ത രാജാക്കന്മാരായി വാണുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അവരെ ഈസ്റ്റ് ബംഗാൾ തന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ കിഡിലൻ ടൈം ആയിരിക്കും വിശ്വസിക്കാം.